രാജു എബ്രഹാം CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി തുടരുകയാണ്. രാജു എബ്രഹാം, ഈ ഒരു പരാതി താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? തീർച്ചയായിട്ടും ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് സംബന്ധിച്ച ആളുകൾ വിളിച്ചിരുന്നു. ഞാൻ ഉടൻ തന്നെ അന്വേഷിച്ചു. അവിടെ മന്ത്രിയെയും അതുപോലെ തന്നെ സ്പീക്കറെയും വളരെ മോശപ്പെടുത്തിയ ഒരു ആങ്കറിംഗ് ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പല ഭാഗത്തു നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അവരെ ഇരുത്തി നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകളും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെടുന്നവരും, വിശേഷിച്ച് പത്തനംതിട്ട നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു ഈ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്തൊരു ആങ്കറിംഗ് നടത്തുമ്പം എല്ലാവരുടെയും വികാരങ്ങളെ മാനിച്ചുകൊണ്ട് വേണം ആരാണെങ്കിലും ആങ്കറിംഗ് നടത്താൻ. അവിടെ മന്ത്രിയെയും അതുപോലെ തന്നെ നഗരസഭാ ആളുകളെയും തമ്മിൽ വിഘടിപ്പിക്കാനും ഒറ്റപ്പെടുത്താനുമുള്ള ചില വാചകങ്ങൾ അവിടെ ഉണ്ടായി എന്നാണ് വളരെ വിശ്വസനീയമായി അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അതുപോലെ തന്നെ സ്പീക്കറെ അവിടെ ഇരുത്തി ഏറെ നേരം വിശദീകരിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഞാൻ ഏരിയ സെക്രട്ടറിയോട് സംസാരിച്ചിരുന്നു. സഞ്ജു എന്നോട് പറഞ്ഞത് വളരെ മോശമായി പോയി, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല, കാരണം അതൊരു ഉപദേശത്തിന്റെ രൂപത്തിലാണ് അദ്ദേഹം ഇദ്ദേഹത്തോട് പറഞ്ഞത് എന്നാണ്. അദ്ദേഹം പോലീസിൽ പോയിട്ടില്ല എന്നുള്ളതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അദ്ദേഹം ഒരു സംശയം, അതായത് ഇയാളൊരു കോൺഗ്രസ് അനുഭാവിയാണ് എന്ന് പറയുന്നു ഈ അവതാരകൻ, അങ്ങനെയുണ്ടോ? അദ്ദേഹം ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കറിയാവുന്ന ആളാണ്. പക്ഷെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിൽ പോലും, കാരണം എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടല്ലോ, ആങ്കറിങ് നടത്തുന്നവർക്കെല്ലാം രാഷ്ട്രീയമുണ്ട്. പക്ഷെങ്കിൽ ഒരിടത്തു പോലും ഇങ്ങനെ വരുന്ന അതിഥികളെ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ആങ്കറിങ് ആരും നടത്താറില്ല. അല്ല, മറ്റൊരു കാര്യം രാജു എബ്രഹാം, അതായത് ഇപ്പൊ നിയമസഭാ സ്പീക്കറിന് കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ വിളിക്കാൻ താമസിച്ചു എന്ന രീതിയിലുള്ള പരാതിയും വന്നു. ആ കാര്യം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടോ? ഞാൻ കേട്ടത് ഈ ആങ്കറിങ്ങുകാരൻ എല്ലാ കാര്യത്തിലും കുറേയേറെ സമയമെടുത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് മന്ത്രിയുടെ പ്രസംഗത്തെക്കാളും സ്പീക്കറിന്റെ പ്രസംഗത്തെക്കാളും കൂടുതൽ നടന്നതെന്നാണ് ഞാൻ ഒരു കാര്യം അറിയാൻ വേണ്ടി കഴിഞ്ഞത്. പിന്നെ മന്ത്രിമാരെ സംബന്ധിച്ച് നമ്മൾ ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അങ്ങേക്ക് ഏറ്റവും കൂടുതൽ അറിയാമല്ലോ, നമ്മൾ ഒരു നല്ല രൂപത്തിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കാറുള്ളത്. ഇത് അവിടെ മന്ത്രിയെ ഇൻസൾട്ട് ചെയ്യുന്ന രൂപത്തിൽ മന്ത്രി തന്നെ എന്നെ വിളിച്ചിരുന്നു. മന്ത്രി തന്നെ എന്നെ വിളിച്ച് പരാതി പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്നെ വിളിച്ച് പരാതി പറയണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവിടെ മന്ത്രിയെ ഇൻസൾട്ട് പരസ്യമായി അപമാനപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായി എന്നുള്ളതാണ് യഥാർത്ഥം. അതുണ്ടാകാൻ പാടില്ലായിരുന്നു. അത് ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല എന്ന് സഞ്ജു ആ സ്ഥലത്ത് വെച്ച് തന്നെ, നൂറുകണക്കിന് ആളുകൾ നോക്കി നിൽക്കുന്ന സ്ഥലത്ത് വെച്ചാണ് സഞ്ജു ഇത് ഈ അവതാരകനോട് പറഞ്ഞിട്ടുള്ളത്. ആരെങ്കിലും ഒരാൾ ഇദ്ദേഹത്തെ മർദ്ദിക്കുന്നത് കണ്ടോ? നൂറുകണക്കിന് ആളുകൾ കൂടിയ സ്ഥലത്ത് വെച്ചല്ലേ, പോലീസ് അവിടെ നിൽപ്പില്ലേ, ആരെങ്കിലും കണ്ടോ? രാജു എബ്രഹാം, CPM ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം ഈ ഞായറാഴ്ച നല്ല തിരക്കായിരിക്കുമല്ലോ. എങ്ങനെയാ ജീവിതം കുറച്ചുകൂടെ മാറി മറിഞ്ഞോ? തീർച്ചയായിട്ടും പാർലമെന്ററി രംഗത്ത് നിന്ന് സംഘടനാ രംഗത്തേക്കുള്ള മാറ്റം, നമുക്ക് പാർലമെന്ററി രംഗത്ത് ലഭിച്ച അനുഭവങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ പരിചയങ്ങൾ, സംഘടനാ രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ എല്ലാ മേഖലയിലും ഉള്ളവർ ഓഫീസുകളുമായി ബന്ധപ്പെടുക, അങ്ങനെയുള്ള ഫയലുകളിൽ എന്ത് തീരുമാനമെടുക്കണം എന്നുള്ളത് പാർലമെന്ററി രംഗത്ത് നിന്ന് കിട്ടിയ അനുഭവം, അത് സംഘടനാ രംഗത്ത് കൂടി ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളത് നമുക്ക് കാര്യങ്ങൾ വേഗം തീർപ്പാക്കി വിടാൻ എളുപ്പമാണ്. എന്തായാലും നമുക്ക് 24 മണിക്കൂർ പഴയ STD ബൂത്ത് പോലെ 24/7 24 മണിക്കൂറും നമ്മൾ സജീവമായി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, താങ്ക് യു രാജു എബ്രഹാം. CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പ്രതികരിക്കുകയായിരുന്നു. പത്തനംതിട്ടയിൽ ഉണ്ടായ അനിഷ്ട സംഭവം എന്ന് പറയുന്ന, അതായത് അവതാരകനെ CPM നേതാവ് മർദ്ദിച്ചു എന്ന ആരോപണത്തിൽ പ്രതികരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് അസന്നിഗ്ധമായി രാജു എബ്രഹാം നമ്മോട് പറഞ്ഞത്.